ഹലോ ഗൈസ്, ഇതിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് വാലറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാലറ്റ് ട്രസ്റ്റ് വാലറ്റ് ആണോ, മെറ്റാമാസ്ക് ആണോ, OKX വാലറ്റ് ആണോ, ബൈനാൻസ് വാലറ്റ് ആയാലും ശരി. സോ അതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വാലറ്റ് അക്കൗണ്ട് നിങ്ങൾ വേറെ ഏത് വാലറ്റിലോട്ടും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ കഴിഞ്ഞ ദിവസം MSTC കോയിന്റെ വിഡ്രോയിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റ് ട്രസ്റ്റ് വാലറ്റ് മെറ്റാമാസ്ക് ഒക്കെ കൊടുത്ത് ജോയിൻ ചെയ്തവരുണ്ടാവാം. സോ അങ്ങനെ കൊടുത്തവരാണ് എന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് കീയിൽ നിങ്ങളുടെ ആ ഒരു വാലറ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സോ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സംശയങ്ങളെല്ലാം തീരും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഇനി നിങ്ങൾ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ ഇന്നത്തെ കണ്ടന്റിലോട്ട് പോകാം. ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ട്രസ്റ്റ് വാലറ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പേജാണ് വരിക. ഇവിടെ ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ഐ ഓൾറെഡി ഹാവ് എ വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഓൾറെഡി ഹാവ് എ വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള വാലറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സോ നിങ്ങൾ ഓൾറെഡി ഉള്ള ഒരു വാലറ്റ് ആണ് ഇമ്പോർട്ട് ഇതിലോട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നിങ്ങളുടെ സീഡ് പേസോ അതുപോലെ പ്രൈവറ്റ് കീയോ ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പോ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു വാലറ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി അതല്ല നിങ്ങൾ പുതിയ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. സോ നിങ്ങളുടെ വാലറ്റ് ഇവിടെ റെഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് ഓപ്പൺ ആയിട്ട് വരും. പക്ഷേ ഈ ഒരു വാലറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സീഡ് പേസ് ആയിട്ട്, അതായത് ഈ ഒരു വാലറ്റിൻ്റെ കീ ആയിട്ട് താക്കോലായിട്ട് ഒരു 12 വേർഡ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അത് നിങ്ങൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമോ ഈ ഒരു വാലറ്റ് ബാക്കപ്പ് ചെയ്തിട്ട് ഈ ഒരു 12 വേർഡ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. വാലറ്റ് നിങ്ങൾക്ക് മിസ്സാവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ വാലറ്റിൻ്റെ സീഡ് പേസ് ഒക്കെ നിങ്ങൾ മറന്നു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഈ ഒരു വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് എടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫസ്റ്റിൽ തന്നെ ചിലപ്പോൾ ആ ഒരു സീഡ് ബേസ് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെയിൻ വാലറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ വാലറ്റിൽ എത്രത്തോളം വാലറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഏത് വാലറ്റിൻ്റെ സീഡ് ബേസ് ആണോ ബാക്കപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് ആ ഒരു വാലറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഗൂഗിൾ ഡ്രൈവ് അതുപോലെ മാനുവൽ. ഗൂഗിൾ ഡ്രൈവിലും മാനുവലായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ മാനുവലാണ് സെലക്ട് ചെയ്തത്. ഞാനത് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ കണ്ടത് സീക്രട്ട് വേസ് അൺലോക്ക് യുവർ വാലറ്റ് എന്ന് പറഞ്ഞിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ഇവിടെ കണ്ട ന്യൂ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാകും. ഈ ഒരു 12 വേർഡ്സ് ആണ് നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ, അതായത് ഏത് വാലറ്റ് ആയാലും ശരി ആ ഒരു വാലറ്റിൻ്റെ കീ എന്ന് പറയുന്നത്, അതായത് ചാവി. ഈ 12 വേർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങൾ സുരക്ഷിതമായിട്ട് തന്നെ കീപ്പ് ചെയ്ത് വെക്കാം. ഒന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഈ ഒരു 12 വേർഡ് സൂക്ഷിക്കുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. സോ ഓർഡർ പ്രകാരം തന്നെ നോട്ട് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ വാലറ്റ് ബാക്കപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാവും. സോ ഈ ഒരു 12 വേർഡ്സ് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഇതിലൊരു ബാക്കപ്പ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇത് വെരിഫൈ ചെയ്യണം. അതിന് കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു വെരിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാകും. അതായത് അതിൽ നേരത്തെ കാണിച്ചിട്ടുള്ളതിൽ 1ാമത്തെ വേർഡ് ഏതാണ്, അതുപോലെ 4ാമത്തെ വേർഡ്, 7ാമത്തെ വേർഡ്, 10ാമത്തെ വേർഡ്സ് ഏതാണ് എന്നുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള കൺഫേം എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ആ ഒരു 12 വേർഡ്സാണ് നിങ്ങളുടെ ആ ഒരു വാലറ്റിൻ്റെ കീ എന്ന് പറയുന്നത്. സോ മസ്റ്റായിട്ട് നിങ്ങളൊരു പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ചെയ്യാൻ മറക്കരുത്. ബാക്കപ്പ് ചെയ്താൽ മാത്രമാണ് ആ ഒരു 12 വേർഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുള്ളൂ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് വാലറ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഞാൻ എൻ്റെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തു. ഇനി മെറ്റാമാസ്കിലുള്ള ഈ ഒരു അക്കൗണ്ട് ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റാമാസ്ക് അക്കൗണ്ടിൻ്റെ സീഡ് പേസ് അല്ലെങ്കിൽ പ്രൈവറ്റ് കീ നമുക്ക് കിട്ടണം. സോ ഓൾറെഡി നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സെക്യൂരിറ്റി എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ സീക്രട്ട് റിക്കവറി പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ബോക്സിൽ വന്നിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്യുക.
ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ടാവും. പാസ്വേഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഹോൾഡ് ടു റിവൽ SRP എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിങ്ങനെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സീഡ് പേജ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നേരെ നിങ്ങൾ കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വാലറ്റ് ഏത് വാലറ്റിലാണോ ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക. ഞാൻ എൻ്റെ ട്രസ്റ്റ് വാലറ്റിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് മുകളിലുള്ള ആ ഒരു വാലറ്റ് സെക്ഷൻ എടുത്തു. സോ ആഡ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ന്യൂ വാലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആഡ് എക്സിറ്റ് വാലറ്റ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അത് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ആഡ് എക്സിറ്റ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട സീക്രട്ട് ബേസ് പ്രൈവറ്റ് കീ ഒക്കെ കാണാം. നോർമലി ഞാൻ സീക്രട്ട് ബേസ് ആണ് അവിടെ നിന്നും കോപ്പി ചെയ്തത്. അതുകൊണ്ട് സീക്രട്ട് ബേസിൽ ടിക്ക് ചെയ്തു. എന്നിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുത്തതിന് ശേഷം താഴെയുള്ള ആ ഒരു കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൻ്റെ വാലറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഞാൻ മൾട്ടി ചെയിൻ വാലറ്റാണ് സെലക്ട് ചെയ്തത്. സീക്രട്ട് ബേസ് കൊടുക്കാനുള്ള ബോക്സ് ഇവിടെ വന്നിട്ടുണ്ടാവും. അത് നോർമലി റെക്കോർഡ് ചെയ്തത് കൊണ്ട് അത് കാണിക്കുന്നില്ല എന്ന് മാത്രം. ആ ഒരു ബോക്സിൽ നിങ്ങളുടെ സീക്രട്ട് ബേസ് പേസ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെയിം വാലറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി അതേ വാലറ്റ് തന്നെയാണോ ഇവിടെ ഓപ്പൺ ആയത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഇതിൻ്റെ രണ്ടിൻ്റെയും റിസീവ് അഡ്രസ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ എൻ്റെ ഇപ്പം ട്രസ്റ്റ് വാലറ്റിൻ്റെ റിസീവ് അഡ്രസ്സ് നോക്കി. സെയിം അഡ്രസ്സ് തന്നെയാണോ എന്നുള്ളത് നമ്മളെ മെറ്റാമാസ്ക്, അതായത് നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു വാലറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ മെറ്റാമാസ്കിൻ്റെ റിസീവ് അഡ്രസ്സ് സെയിം ആണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏതെങ്കിലും അഡ്രസ്സൊക്കെ ചെക്ക് ചെയ്താൽ മതി. സോ കറക്റ്റായിട്ട് തന്നെ അതേ അഡ്രസ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ അതായത് മെറ്റാമാസ്കിലുള്ള അതേ വാലറ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ട്രസ്റ്റ് വാലറ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം കൂടുതൽ എയർ ഡ്രോപ്പുകൾ അതുപോലെ മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വേറെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. കാരണം ഒരു വാലറ്റ് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാലറ്റുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനൊക്കെ ഒറ്റ വാലറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു രസമായിട്ട് കാണാം.